വണ്ടിക്കകത്ത് തണുപ്പ് കൂടുതലായിരുന്നു. ഞാൻ പുറത്തിറങ്ങിയപ്പോഴേക്കും അത്ര തണുപ്പ് വന്നില്ല. Turn left at the traffic light. Take the second right. അങ്ങനെ നമ്മൾ പിക്കപ്പ് എടുക്കുന്ന ആ ഒരു ലൊക്കേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. റെനോയിലെ IGT എന്ന് പറയുന്ന ഒരു വലിയ ഫെസിലിറ്റിയിൽ നിന്നാണ് നമ്മൾ പിക്കപ്പ് എടുക്കുന്നത് ഇപ്രാവശ്യം. ഇതിന് മുമ്പ് നമ്മളിവിടെ വന്നിട്ടുണ്ട്. സാധാരണ അതിൽ ഇവിടുന്ന് മറ്റേ നമ്മുടെ ഗെയിമിംഗ് മെഷീൻസ് ആണ് കിട്ടാറുള്ളത്. ഇവിടെ ചിലപ്പോൾ ഈ സൈഡിലായിരിക്കും, ചിലപ്പം ഇവിടെ ഡെലിവറി വന്നിട്ടുണ്ട്. പക്ഷെ നമ്മുടെ പിക്കപ്പ് അപ്പുറത്തുനിന്നല്ലേ സാധാരണ പിക്കപ്പ് ഇടുന്ന, അല്ലെങ്കിൽ ചിലപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വിടും. അവിടെ ചെക്ക് ഇൻ ചെയ്യുന്ന അവിടെയാണ്. അപ്പൊ സാറിന് വരുന്നത് നമ്മൾ അതിലെ ഈ റോഡ് അതിലെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇവിടെ പാർക്ക് ചെയ്യുന്ന 6:50 അല്ലേ? 6:00 വന്ന് കിടപ്പം. ഒരു വയസ്സിൽ ഈ മരം നല്ല രസമാണ്. കുഞ്ഞ് നിർത്തി കഴിയുമ്പോൾ എടുക്കാം. ഇവിടെ ഈ വൈറ്റ് ഇടുന്നുണ്ട് കുറച്ച്. ആ ഒരു പെട്ടെന്ന് ഡോക്ക് കിട്ടുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അങ്ങ് ഇട്ടേക്കായിരുന്നു അല്ലേ? എനിക്കൊന്ന് അവിടെ ഇപ്പോഴും ഈ ലോഡിങ് 7 മണിയായിട്ട് മറ്റേ ഡോറിന്റെ മാഗ്നറ്റ് ഇവിടുന്ന് ഇവന്മാർ എടുത്തോണ്ട് പോകണമെങ്കിൽ ഞാൻ സാധാരണ ഈ ഫെൻസിനോട് ചേർത്താൻ കിട്ടേക്കുവേ. ഫ്രണ്ടിൽ അപ്പൊ നമുക്ക് അവിടെ നിന്ന് റിവേഴ്സ് വരാമല്ലോ. അല്ല, അതിപ്പം ചിലപ്പോൾ പറയാൻ പറ്റും, ഇറങ്ങി പോകാൻ പറയും. ബട്ട് നമ്മളിങ്ങനെ ഇതിന്റെ ഇപ്പുറത്തേക്ക് ഇട്ട് അവർ ഇറങ്ങി പോകാം. അല്ല, പിന്നീടാണെങ്കിൽ പോകാൻ പറയും. ഇവിടെ ഇടാം. അതെ അതെ, ഇതിന്റെ ഫ്രണ്ടിലിടാം. ഞാൻ പോയെന്നാ ചെക്ക് ഇൻ ചെയ്തിട്ട് വരാം. എന്തായാലും ചെക്ക് ഇൻ ചെയ്തു. 10 സ്ട്രാപ്പ് വേണം ഇവിടുത്തെ ലോഡ് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ. തന്നെയല്ല, അവരിപ്പോൾ പുറത്ത് വന്ന് നമ്മുടെ ട്രെയിലർ ഓക്കെ ആണോ എന്നുള്ളത് നോക്കും, എന്നിട്ടേ നമുക്ക് ഡോക്ക് തരുള്ളൂ. രാവിലെ തന്നെ ഇഷ്ടംപോലെ വണ്ടികൾ ലോഡ് എടുക്കാൻ വന്ന് കിടപ്പുണ്ട് കേട്ടോ. എല്ലാവരും ചെക്ക് ഇൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമുക്ക് രണ്ടാമത് തന്നെ ചെക്ക് ഇൻ ചെയ്യാൻ പറ്റി. നമുക്ക് മുമ്പ് വന്നതാണ് ഈ ബ്രൗൺ ട്രക്ക്. പുള്ളിയാണ് ആദ്യം ചെക്ക് ഇൻ ചെയ്തത്. പറ, ചെക്ക് ഇൻ ചെയ്തു. 10 സ്റ്റാപ്പ് വേണം. അവരിപ്പോൾ ട്രെയിലർ ചെയ്യാൻ എന്നാ പറഞ്ഞു. സ്റ്റാപ്പ് കൊണ്ടല്ലോ, ഇതങ്ങ് വെച്ചേക്കാം. വെച്ചേക്കാം. പിന്നെ ഇവര് വരുന്ന എല്ലാരോടും 10 സ്റ്റാപ്പ് ഇട്ടേക്കാൻ പറയുന്നു. ആവശ്യം കാണിയല്ല. നിങ്ങൾ ആകാശത്തേക്ക് നോക്കിക്കേ. ദേവസ്വേച്ചൻ പറഞ്ഞത് തമാശയല്ല കേട്ടോ. മുകളിൽ ആദ്യം ഒരെണ്ണം പോയത് തലങ്ങും വിലങ്ങും വരെ ഏതാണ്ട് വെതറിന് ഒരു സെറ്റപ്പായത്. അപ്പോൾ നമ്മൾ ചെക്ക് ഇൻ ചെയ്യാൻ വന്ന സാധാരണ ഗതിയിലെ ഫെസിലിറ്റിയിൽ നിന്നല്ല നമുക്ക് പിക്കപ്പ്. ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലുള്ള ഒരു സെക്ഷനിൽ നിന്നാണ് നമ്മളെ പിക്കപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിപ്പോൾ അങ്ങോട്ട് വിടുവാണ്. Turn left on East Hoppinger Lane. Then take the first left. പോയേക്കാം. ഇത് ആ കാണുന്ന ഡോക്ക് നമ്പർ 30 നമ്മൾ ഇടാൻ പോകുന്നത്. ആ ഡോറ് തുറക്കാവേ. മാലിങ്ങോട്ട് കയറി കിടക്കുന്നുണ്ട്. പിന്നെ ഹായ്,
we had checked in on the other side. Should we check in again here? I load you up here, Okay. and then you'll have to check out over there. Oh, okay. We Yeah, get the I'll paperwork from there yeah, too, I'll right? give you paperwork, and you'll have to go over there, and they'll take pictures and finish checking you out. Okay, sure. All right. Thank you. പുള്ളിക്കാരിയായിട്ട് സംസാരിച്ചപ്പോഴേ ഇവിടെ ചെക്ക് ഇൻ ചെയ്യണ്ട, അവർ ലോഡ് ചെയ്തിട്ട് പേപ്പർ വർക്ക് തരും. അപ്പുറത്തെ സൈഡിൽ തന്നെ പോയി നമ്മൾ ചെക്കൗട്ട് ചെയ്യണം. പണ്ട് ഒരു പ്രാവശ്യം ഞാനും അൻപിനോട് വന്നിട്ടേ ഒരു ഇപ്പൊ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ ഡോക്കി കയറ്റി. എന്നിട്ട് ഞങ്ങളിങ്ങനെ കിടക്കുക, എല്ലാവരും വരുന്നവരും പോകുന്നവരും എല്ലാം പോയിട്ട് രാത്രി ആയപ്പോൾ പറയാ ഇന്ന് ലോഡില്ല, നിങ്ങളുടെ അത് മിസ് എന്തോ ഇതാണെന്ന് തെറികൾ. സന്തോഷമായില്ലേ ഉണ്ണിയേട്ടാണ്. എന്നിട്ട് ഞങ്ങളവിടെ ടക്ക് ഷോപ്പിൽ പോയി കിടന്നു. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ഉണ്ട് ഏർലി മോർണിംഗ് ഇവിടെ നിന്നു. എന്നിട്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ വന്ന് 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വേറൊരു പുള്ളിക്കാരത്തി, അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഇന്നലെ വന്നതാണ്, ഇവിടെ വന്ന് ഇങ്ങനെ കിടന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഒന്നുകൂടെ ഞാൻ ഒന്ന് ചെക്ക് ചെയ്യട്ടെ, അത് അതാണ് പറഞ്ഞു നിങ്ങൾക്ക് ലോഡില്ലെന്ന് പറഞ്ഞു. ഞാൻ ഓർത്ത് ചേട്ടാ നിങ്ങൾക്ക് ഇന്നലെ ലോഡ് ഉണ്ടായിരുന്നു, അവർ മറന്നു പോയതാന്നെല്ലാം പറയുന്നത്. പണ്ട് ഇവിടെ വരുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇത് പെട്ടെന്ന് തന്നെ ഇവിടെ നടക്കുമായിരുന്നേ. പിന്നെ ഒരു കുറച്ച് നാൾ വന്നു കഴിയുമ്പോൾ തന്നെ ഈ പിന്നെ ഇവന്മാരൊക്കെ ഈ മറ്റേ ഇതൊക്കെ ചെയ്യുമ്പോൾ കുറേ സമയം എടുക്കും. നമ്മൾ 7 മണി എന്ന് പറഞ്ഞാൽ നമ്മളിത് മറ്റേ സിനിമ പറഞ്ഞല്ലേ, നമ്മളിത് കുറേ കണ്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ട്. ഇവിടെയൊക്കെ പിന്നെ അത്യാവശ്യം ഒരു ഡോക്കുകൾ തമ്മിലേ ഇപ്പം ഇത്രയാണെങ്കിലും ഉണ്ടല്ലോ. മറ്റേ ചില നമ്മൾ ഈ പച്ചക്കറിയൊക്കെ ഇടുന്നിടത്താണ് ഒരു ഗ്യാപ്പും ഇല്ല. അതായത് നമ്മൾ നോക്കി എടുത്തോണ്ട് പോയില്ലേ ഈ മിറർ, പ്രത്യേകിച്ച് ഈ ഡോർ ഓപ്പൺ അല്ലേ ബാക്കിലെ, അത് നമ്മൾ ശ്രദ്ധിക്കില്ല. പലർക്ക് പറ്റിയിട്ടുണ്ട് ആ ഡോർ വന്ന് ഇടിച്ച് പലരുടെയും. അപ്പൊ ഞാൻ പണ്ട് ചെയ്തോണ്ടിരുന്ന വെച്ചാൽ ഇതങ്ങ് മടക്കി വെച്ചേക്കും ആ സൈഡൊക്കെ. കാരണം നമ്മൾ ചിലപ്പോൾ കിടക്കുമ്പോഴായിരിക്കും മറ്റോ പോയിട്ട് രാവിലെ എണീറ്റ് വന്ന് നോക്കുമ്പോഴായിരിക്കും ഇത് ഇങ്ങോട്ട് മലർന്നിരിക്കും, അങ്ങോട്ട് ഒടിഞ്ഞിരിക്കും. പോണ വഴിക്ക് അങ്ങ് വളയ്ക്കുമ്പോൾ ഒരു പ്രാവശ്യം ഞാൻ എടുത്തപ്പോൾ അങ്ങനെ പണ്ട് സംഭവിച്ചിട്ടുണ്ട്. അത് മറ്റേ പഴയ ഈ പീറ്റർ ബെൽറ്റിന്റെ അത് ഇങ്ങനത്തെ സാധനമല്ലേ, കമ്പിയല്ലേ. അപ്പൊ അത് ഞാൻ എൻ്റെ തട്ടിയപ്പം അങ്ങോട്ട് അങ്ങ് വന്നതേ ഉള്ളൂ. അപ്പൊ ഞാൻ ഇറങ്ങി ചെന്നപ്പോഴേ പുള്ളി പറഞ്ഞു ഇറ്റ്സ് ഓക്കെ നോ പ്രോബ്ലം, ഇതെനിക്കറിയാം, ഇതങ്ങനെ പോയല്ല. അപ്പം എന്നോട് പറഞ്ഞു നെക്സ്റ്റ് ടൈം തൊട്ട് നിങ്ങൾ കെയർഫുൾ ആയിരിക്കണം. കാരണം നമ്മളിങ്ങനെ ടേൺ എടുക്കുമ്പം നമ്മുടെ വാല് ഈ സൈഡ് കാണുന്നില്ല. അപ്പൊ ഈ സൈഡിന്റെ ഡോറ് ഓപ്പൺ ആയിരിക്കും, ആ ഡോറ് വന്ന് ഇവത്തെ വന്ന് ഇതങ്ങോട്ട് അങ്ങോട്ട് വലിച്ചോണ്ട് പോകും. അപ്പൊ ഈ സാധനമൊക്കെ ആണെങ്കിൽ പൊട്ടിപ്പോവുള്ളൂ. മറ്റേ പുള്ളിയുടെ ഇങ്ങനെ കമ്പിയാ, അപ്പൊ അതാ നട്ടയിൽ ഇങ്ങനെ കറങ്ങി ഇതും വളയും. ഇത് ഇങ്ങോട്ടല്ലേ വളയുന്നത്? അല്ല, ഇത് അങ്ങോട്ട് വളയും. അല്ല പറഞ്ഞാൽ കുഴപ്പമില്ല, ചിലപ്പോ ആ പൊസിഷൻ വരുന്നതനുസരിച്ച് നമ്മുടെ വളഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ഈ ബോർഡറിലൊക്കെ കിടക്കുമ്പോ ചില പഞ്ചാബ് പിള്ളേർ വന്നിങ്ങനെ വെട്ടിച്ച് കയറ്റണ സ്വഭാവം ഉണ്ടല്ലോ, 1-2 പ്രാവശ്യം പറ്റിയിട്ടുണ്ട്. അമ്മാര് പറ്റി കഴിയുമ്പോഴത്തേക്ക് ഓടി വരും, ഭയ്യ സോറി എന്നാ സാറേ കിട്ടിയോ? കഴിഞ്ഞില്ല, അത് പേപ്പർ വർക്ക് പുള്ളിക്കാരത്തി തന്നോ. പേപ്പർ വർക്കല്ല, ഇത് അപ്പുറത്ത് കൊണ്ടുപോകണം. കൊടുക്കണ്ടാന്ന്. അപ്പൊ സംഭവം വേറെ ഒന്നുമല്ല, ഞങ്ങൾ ഇങ്ങനെ കിടന്നപ്പോഴാണ് ഇവിടെ സൈഡിൽ കുറെ പൊട്ടിയ ചെയിനുകൾ ഇട്ടേക്കണ കണ്ടത്. ഇതല്ല അതുകൊണ്ട് എത്ര വേണോ ഇതെടുത്താലുണ്ടല്ലോ ഈശ്വര, നമുക്ക് വീട്ടിൽ ചെന്ന് വർക്കൗട്ടിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇങ്ങോട്ട് എത്തുന്നു പാചകം. ഇത് പൊട്ടിയതല്ലേ? അല്ല, ഇതിന്റെ ഇടക്കത്തെ കണ്ണി അത് പൊട്ടിയതായിരിക്കും, അല്ലേ അവർ മാറ്റിയിടിയല്ലോ. ഒരു കണ്ണി പൊട്ടിയതാ. നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നതിന്റെ എങ്ങനെയാ ഇത്? അല്ല, നമ്മൾ ഈ വെയിറ്റ് ഇല്ലേ നമ്മുടെ ബാർബെല്ലേല് വെയിറ്റ് ഇടാൻ ഒന്നെങ്കിൽ കഴുത്തിന്റെ ചുറ്റോ അല്ല ബാറേലോ ഇതിട്ടാ. ഇത് മതിയാ? 2.5 മതിയാ? പിന്നെ ഞാൻ പൊക്കി തരാം. പൊട്ടിയതാ ഉണ്ടോ? അതാ മരം മാറ്റിയിട്ട് ഇതാകുമ്പോ ഉണ്ടല്ലോ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ ഉപയോഗിക്കാം. ഇതോടെ പൊട്ടുവോ? ഇല്ല, അടി കൂട്ടി പിടിക്കാം. നല്ല അടിപൊളി. അത് വേണോ? വേണ്ട, ഇത് മതി. ഇതിനുള്ള ത്രാണിയുള്ളൂ, അതിനുള്ള വകുപ്പുള്ളൂ. നമ്മൾ ഇനി വേണമെങ്കിലും പൈപ്പോ എന്നൊക്കെ എന്നാ വേണ്ടെന്ന് പറഞ്ഞോ, സ്വന്തം സ്ഥാപനം പോലെയാണ്. ഇവിടെ അപ്പുറം സ്ട്രാപ്പിന്റെ സ്ഥലം ഉണ്ടല്ലേ, അവിടെ ഇവിടെ ഉണ്ടോ? അല്ല, അപ്പൊ നമ്മളിപ്പോ സ്ട്രാപ്പ് എടുത്ത് കൊടുക്കുന്ന അവിടെ ഉണ്ട്. പച്ചയായല്ലോ.
ആ പക്ഷേ അങ്ങോട്ട് പോവാം. ഞാൻ ആ പായ്ക്ക് ജസ്റ്റ് അവന്മാർ ചിലപ്പോൾ അറിയത്തില്ലല്ലോ പച്ചയിട്ട. സാറിന് വലിച്ചിട്ടോ, ഞാൻ ഡോർ അടച്ചേക്കാം. ആ ആ അങ്ങോട്ട് കയറ്റി വെച്ചോണേ, കാരണം ഇങ്ങനെ ഇറങ്ങി. അങ്ങനെ കറങ്ങിയല്ലേ പറ്റുള്ളൂ. അടിപൊളി. ഇച്ചിരി ലോഡേ ഉള്ളു കേട്ടോ ചേട്ടാ. സ്ട്രാപ്പ് മുഴുവൻ സാറേ ഇല്ല, ഉപയോഗിച്ചിട്ടില്ല. ഇത്രേ ഉള്ളൂ. ഇത്രേ ഉള്ളൂ, ലൈറ്റാ. നിൽക്കേ, ഇതിൻ്റെ ഒരു അപ്പുറത്തെല്ലാം എടുക്കാം അല്ലേ? സ്ട്രാപ്പ് വേണേ എടുത്ത് മാറ്റി. എടുത്ത് മാറ്റാം. സാറ് ഫോട്ടോ എടുത്തു. ഒരു ഫോട്ടോ എടുത്തേക്കാം അല്ലേ? പിന്നെ ബോർഡറിലൊക്കെ ഒരു ഡോറും കിടക്കണ കയറാൻ എളുപ്പമുണ്ടല്ലോ എന്ന് ഓർത്താ ഡോറെ പിടിച്ചേ. അല്ല അത് കുഴപ്പമില്ല. തന്നെയല്ല അവർക്ക് അയച്ചു കൊടുക്കണ്ടേ ഫോട്ടോയെ? ഇമെയിലിൽ അയക്കണ്ടേ ഫോട്ടോ? അതയക്കാം. എടുത്തോ. അപ്പോൾ നമ്മൾ 10 സ്ട്രാപ്പ് കൊടുത്തായിരുന്നു, അത് മുഴുവൻ ഉപയോഗിച്ചിട്ടില്ല. അപ്പം തിരിച്ചെടുക്കാം. ഇപ്പോൾ എടുക്കണോ? എടുത്തേക്കാം. ഓക്കെ. ഓക്കെ, സെറ്റ്. എത്ര എണ്ണം എടുത്തു അപ്പം? 2, 4, 6, 7, 3 എണ്ണം എടുത്തിട്ടുള്ളൂ. 3 സ്ട്രാപ്പ് എടുത്തിട്ടുള്ളൂ. ഉള്ളായിരിക്കും. മുകളിലോട്ട് തന്നെ ഇതെടുത്ത് കഴിയുമ്പോൾ തന്നെ കുഴപ്പമില്ല. Turn left on East Humpiker Lane. പുള്ളിക്കാരനെ വിളിച്ചോണ്ട് വരാം. ലോഡെല്ലാം നേരത്തെ കിട്ടി, പക്ഷേ പേപ്പർ വർക്ക് കിട്ടാൻ നല്ല ഡിലേ എടുക്കും കേട്ടോ. ഏകദേശം 1 മണിക്കൂറോളമായി നമ്മൾ പേപ്പർ വർക്ക് സെറ്റ് ആകാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. സാറേ, ഞാൻ എന്നാൽ പയ്യെ പോയി ഒന്ന് കിടന്നാലും പെട്ടെന്ന് ഇത് കിട്ടിയിട്ട് കിടക്കാന്നോർത്ത് നടക്കുന്നു തോന്നണല്ലോ.